60 മണിക്കൂർ മാത്രം വിധി എഴുതാൻ ബാക്കി നിൽക്കെ റിപ്പോർട്ടറിന്റെ പ്രീ പോൾ ട്രെൻഡ് അനാലിസിസ് ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നിർണായകമായ മറ്റൊരു ജില്ലയിലേക്ക് കടക്കുന്നു. മലപ്പുറം UDFന്റെ കോട്ടയായ മലപ്പുറത്തേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. 2021 മലപ്പുറം ജില്ലയിൽ 12 ഇടങ്ങളിലും UDF ആണ് കൊടി പാറിച്ചതെങ്കിൽ 4 ഇടങ്ങളിൽ മാത്രമാണ് ചെങ്കുടി പാറിയത്. ഇക്കുറി എന്തായിരിക്കും മലപ്പുറത്തിന്റെ വിധി എന്ന് അരുൺ സാർ ഇത്ര നേരം ഇല്ലാത്തതുകൊണ്ടേ ഈ UDF കാര്യമായിട്ട് വോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്റെ പോക്കറ്റ് UDF സീറ്റ്. ഇത് ട്രെൻഡ് അനാലിസിസിൽ ഇനി 60 മലപ്പുറത്തേക്ക് നമ്മൾ എത്തിയാൽ നോക്കൂ, നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത് 100ാമത്തെ മണ്ഡലം. നോക്കാം, മലപ്പുറത്ത് ജില്ലയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ പറന്നു വരുന്നു. മങ്കടയിലെ സ്ഥാനാർത്ഥികളെ നമ്മൾ ഹെലികോപ്റ്ററിൽ കൊണ്ടുവരുന്നു. മങ്കടയിലെ സ്ഥാനാർത്ഥികൾ 3 പേരും നമ്മുടെ മുന്നിൽ. LDFിൽ നിന്ന് കുന്നത്ത് മുഹമ്മദ്, UDFിൽ നിന്ന് മഞ്ഞളാംകുഴി അലി, NDയിൽ നിന്ന് ലിജോ. ഇപ്പോൾ ഓർമ്മിക്കണം, LDFിലെ സ്ഥാനാർത്ഥി 6 കോൺട്രിബ്യൂട്ട് ചെയ്ത സ്ഥാനാർത്ഥിയാണ്, ലീഗ് കോൺട്രിബ്യൂട്ട് ചെയ്ത സ്ഥാനാർത്ഥി അല്ലേ? LDFന്റെ വിസ്മയ സ്ഥാനാർത്ഥിയാണ്. LDFിൽ സംഭവിച്ച UDFിൽ സംഭവിച്ച ഒരു വിസ്മയമാണ് LDFിലേക്ക്. ആ വിസ്മയത്തിനിടയ്ക്ക് അവിടെ SDP സ്ഥാനാർത്ഥിയെ നിർത്തിയ ശേഷം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ട്, സ്വാഭാവികമായി. എങ്ങനെയാണോ മഞ്ചേശ്വരത്ത് സംഭവിച്ചത് അതുപോലെ മങ്കടയിലും. അല്ല, മഞ്ചേശ്വരത്ത് സംഭവിച്ചതുപോലെയാണോ? SDPI പറഞ്ഞു മഞ്ചേശ്വരത്ത് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരത്ത് മനസ്സിലാക്കേണ്ടത് അവിടെ ആരാണ് മഞ്ചേശ്വരത്ത് നിൽക്കുന്നത്? കെ സുരേന്ദ്രൻ. ആയിക്കോട്ടെ എന്നൊരു അവസ്ഥ മങ്കടയിലും മഞ്ചേശ്വരത്തും അവസ്ഥ മങ്കടയിലില്ല. മങ്കടയിലും മഞ്ചേശ്വരം ഒരുപോലെയാണെന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? അവിടെ പൊളിയുന്നു. മങ്കടയിലേക്ക് എത്തിയാൽ അവിടെ മഞ്ഞളാംകുഴി അലിക്കാണോ സാധ്യത, കുന്നത്ത് മുഹമ്മദിനാണോ സാധ്യത, ലിജോയ് പോളിനാണോ സാധ്യത? നോക്കാം. Nothing happens. നിലനിർത്തുമെന്നുള്ളത് തന്നെയാണ്. 6246 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ മഞ്ഞളാംകുഴി അലി മങ്കടയിൽ നിന്ന് കയറിപ്പോയതെങ്കിൽ ഒരു വലിയ തരംഗമായി. യഥാർത്ഥത്തിൽ മലപ്പുറത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നത് തരംഗമെന്നല്ല നമ്മൾ പറയേണ്ടത്, സുനാമിയായിരുന്നു. അതെ, നഗരസഭയടക്കം എല്ലായിടങ്ങളിലും കൃത്യമായി UDFന്റെ എന്താ പറയാ, LDFിനൊന്നും ബാക്കി വെക്കാതെ മൊത്തം കടപുഴക്കി എറിഞ്ഞുകൊണ്ടുള്ള തരംഗമാണ് നമ്മൾ കണ്ടത്.